10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഈസി ഹിന്ദിയുടെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഒന്നാമത്തെ പാഠം ബീർ ബഹൂട്ടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. രണ്ടാമത്തെ പാഠം ഇതാണ് എന്ന് നിങ്ങൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ഒരു പിങ്ക് ബോക്സിനകത്ത് 11 വരികളുള്ള ഒരു കവിതയും ബാക്കി പേജിലായി ഗദ്യഭാഗത്തിലുള്ള ഗദ്യരൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് പല കുട്ടികളും ഇങ്ങനെ ഈ ഒരു പേജിൽ തന്നെ 2 നിറവും 2 കാര്യങ്ങളും, ഒരു ഗദ്യഭാഗവും ഒരു കവിതയും ഒക്കെ കാണുമ്പോൾ പല കുട്ടികളും ആശങ്കപ്പെടാറുണ്ട്. ഒന്നുമില്ല. ഈ പിങ്ക് ബോക്സിൽ നിങ്ങൾ ഇതിനോടകം പുസ്തകം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ പുസ്തകം കൂടി അടുത്ത് വെച്ചിരിക്കണം. ഒന്നുകിൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ കയ്യിൽ നിന്നും പുസ്തകം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വർഷത്തെ പുതിയ പുസ്തകം തന്നെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ PDF രൂപത്തിലൊക്കെ നിങ്ങൾ പുസ്തകം കണ്ട് പ്രിൻ്റൊക്കെ എടുത്തവരാണ്. നമുക്ക് പുസ്തകം കൂടുതലായി വിശദമായി നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടി കാണാൻ നമുക്ക് പോകുമ്പോഴില്ല. പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നൊരു ധാരണയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പേജിൽ പിങ്ക് ബോക്സിൽ കിടക്കുന്നത് ശ്രീ വിനോദ് കുമാർ ശുക്ല जी से रचित एक छोटी कविता है. केवल 11 पंक्तियों की एक कविത. 11 ലൈൻസ് മാത്രമുള്ള ഒരു കുഞ്ഞു കവിത. അപ്പോൾ ഈ കിടക്കുന്നതെല്ലാം എന്താണ്? श्री विनोद कुमार शुक्ल जी से रचित एक कविता की आस्वादन टिप्पणी नरेश सक्सेना ने तैयार की है. അപ്പൊ എന്താണ് ഈ പാഠം? ഈ 2 പേജിലായിട്ട് കിടക്കുന്നത് 11 വരികളുള്ള ഒരു കവിത തന്നിരിക്കുന്നു. ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ഏതാണ്ട് 1.5 പേജ് തികയുന്ന രീതിയിൽ ശ്രീ നരേഷ് സക്സേന എഴുതിയിരിക്കും. അപ്പോൾ നിങ്ങൾ ന്യായമായി ചോദിക്കും, സാർ ഈ കവിത നമുക്ക് കാണാതൊക്കെ പഠിക്കാനുള്ളതാണ്? അല്ല, നമുക്ക് ഈ വർഷം 3 കവിതകളാണ് വിശദമായി പഠിക്കാനുള്ളത്. ഈ കവിത ഈ 2ാം പാഠത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് 3 കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ്. അല്ലെങ്കിൽ ഈ 2ാം പാഠം 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. 1, ഏക് ആസ്വാദന ടിപ്പണി കാ വിശദ അധ്യയൻ. ആസ്വാദന ടിപ്പണി എങ്ങനെ, എന്ത്, എന്തിന് എന്ന് വിശദമായി പഠിക്കുക. കുഞ്ഞുങ്ങളെ, 8ലും 9ലും നിങ്ങൾ ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയവരാണ്. പക്ഷെ അതൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു. ആജ് आप पहुंचे हैं 10वीं कक्षा में. अब आप 10वीं कक्षा के छात्र हैं. അപ്പോൾ എന്തു വേണം? പക്കായായിരിക്കണം കാര്യങ്ങൾ. 8ലും 9ലും ഒക്കെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കി, അല്ലെങ്കിൽ അതിനുള്ള റിഹേഴ്സലൊക്കെ നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ 10ാം തരത്തിലെത്തിയ ഒരു കുട്ടി ആസ്വാദന ടിപ്പണി എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് 3ാമതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാഠം, ഈ 11 വരികളുടെ കവിതയും ഈ ഗദ്യഭാഗവും ആസ്വാദനക്കുറിപ്പും കൂടി തന്നിരിക്കുന്ന 2ാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ ഉദ്ദേശം ഏക് ആസ്വാദന ടിപ്പണിക്ക വിശദാധ്യയം. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ്, എന്താണ്? 2ാമത്തെ ഉദ്ദേശം, ഏക് ആസ്വാദന ടിപ്പണി അസലി കവിത സെ കഹാं तक जुड़ी हुई है. एक आस्वादन टिप्पणी असली कविता से कहां तक जुड़ी हुई है. इसका मतलब है, ഒരു ആസ്വാദനക്കുറിപ്പ് ആ മൂല കവിതയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കണം എന്നറിയാനാണ് ഈ പാഠം. 3ാമത്തെ ഉദ്ദേശം, एक कविता पर आधारित आस्वादन टिप्पणी में क्या क्या होते हैं. एक कविता पर आधारित एक आस्वादन टिप्पणी में क्या क्या होते हैं, माने इसकी आकलन सूची, आकलन बिंदुवे, वैल्यू पॉइंट्स कौन कौन है. इस प्रकार 3 उद्देश्य है इस दूसरे पाठ से. ഒരു ആസ്വാദന ടിപ്പണിയുടെ രൂപഭാവങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയല്ലോ ആസ്വാദന ടിപ്പണി. ശരിയാണ്, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട്, പെർഫെക്റ്റായിട്ട്, ഈ ലോകത്ത് എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുണ്ടോ? ഏറ്റവും നല്ല സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ പോലും 3 അണുക്കൾ ഇരുന്ന് കളിക്കുന്ന കാണും. ഒന്നും പൂർണ്ണമല്ല, പക്ഷെ പരമാവധി മെച്ചപ്പെടുത്താൻ നമ്മൾ നോക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ അധ്യാപകർ ആസ്വാദന ടിപ്പണി എഴുതും, ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സഹായിച്ചിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ ഒരു അധ്യാപകന ലെവലിലേക്ക് വളർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരണം.
ഒരു കൊച്ചു പയ്യൻ നമ്മളോട് ചോദിക്കുകയാണ്, ഭയ്യ आस्वादन टिप्पणी की तैयारी कैसी होनी है, आस्वादन टिप्पणी तैयार करते वक्त किन किन बिंदुओं पर ध्यान देना है, कृपया मुझे कह दीजिए എന്ന് പറഞ്ഞ അയാളുടെ മോനെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിശ്ചയമായും ഓർത്തിരിക്കണം എന്ന് പറയണമെങ്കിൽ വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയെ ആധാരമാക്കി നരേഷ് സക്സേന തയ്യാറാക്കിയിരിക്കുന്ന ആ ആസ്വാദന ടിപ്പണി ഒന്ന് വിശദമായി പഠിക്കുമ്പോൾ നമുക്കതിനുള്ള എല്ലാ ബുള്ളറ്റുകളും കിട്ടും. ഓക്കെ, 3 കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഈ പാഠവും ഈ കവിതയെ മുക്ക് കണ്ട് പേടിക്കുന്ന വല്ല കാര്യമുണ്ടോ? केवल 11 पंक्तियों की एक कविता मैं सुनाता हूं आपको. कविता का शीर्षक है हताशा से एक व्यक्ति बैठ गया था. हताशा माने निराशा, संकट, दुख, भार, ऐसे वैसे अनेक अर्थ होते हैं. ഹതാശാസെ നിരാശയുടെ നീർച്ചുഴിയിൽപ്പെട്ട് തളർന്ന് തകർന്ന് ഒരു മനുഷ്യൻ एक सूखे पेड़ के नीचे बैठता है. ഒരു ഉണങ്ങിയ മരച്ചോട്ടിലെ ആളിരിക്കുകയാണ്. ചിത്രകാരൻ വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് ഈ ചിത്രം തന്നിരിക്കുന്നത്. एक सूखे पेड़ के नीचे एक निराश व्यक्ति बैठता है. एक बात भी हम याद करनी है कि ये सूखा पेड़ उस मनुष्य की अवस्था का निशान है. ഉണങ്ങിയ മരം ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു അടയാളം കൂടിയാണ്. കണ്ടോ, ഒരു നല്ല ചിത്രം അവിടെ വന്നപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോസ്റ്റർ, റിപ്പോർട്ട്, സമാചാർ, അതുപോലെ തന്നെ ഡയറി, കത്ത്, ആസ്വാദനക്കുറിപ്പ്, ഇതൊക്കെ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. പട്കഥ, തിരക്കഥ. ഞാൻ എൻ്റെ ഈ സ്റ്റഡി ടേബിളിൻ്റെ താഴെ 2 തിരക്കഥകൾ ഇരിപ്പുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തയ്യാറാക്കിയതാണ്. പടക്കഥയുടെ വാല്യൂ പോയിന്റ് പറയുന്ന ക്ലാസ്സിൽ ഞാനത് കാണിച്ചു തരാം. ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ പടക്കഥയ്ക്ക് വരുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില കുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പടക്കഥ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ളൊരു ട്രെയിനിങ് ആണ്. അതെന്തിനാണ്? ആസ്വാദനക്കുറിപ്പ് എഴുതി ആധാരം എഴുതുന്ന പോലെ ആസ്വാദനക്കുറിപ്പ് എഴുതി നമ്മൾ ജീവിക്കാൻ പോവാണ്. ഒരു പക്ഷേ വേണ്ടി വരും. സാഹിത്യത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കുകയും സാഹിത്യ നിരൂപണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വ്യാപൃതരാവുകയും ചെയ്യുമ്പോൾ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണ്ടേ, കവിതാ നിരൂപണം തയ്യാറാക്കണ്ടേ? കുഞ്ഞുങ്ങളെ അതിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ ഇപ്പം നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ നടക്കുന്നത്. तो देखिए, आस्वादन टिप्पणी की तैयारी के बारे में अधिकाधिक जानकारी प्राप्त करना ही इस पाठ का उद्देश्य है. ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നതിൻ്റെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുക എന്നതാണ് ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്നാൽ ഇതിനപ്പുറത്തൊരു ഉദ്ദേശം കൂടിയുണ്ട്. കൊറോണ പോലെയുള്ള മഹാമാരിയൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സന്ദേശം, ഒരു വാല്യൂ. നമ്മുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ എല്ലാ പാഠങ്ങളിലും വാല്യൂസ് നിറഞ്ഞിരിക്കുകയാണ്, മൂല്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, സന്ദേശങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉത്തമമായ ഒരു സന്ദേശവും ഈ പാഠത്തിലുണ്ട്. അത് ഈ കവിതയിലൂടെ നമുക്ക് കിട്ടും. मैं कविता एक बार पढ़ता हूँ. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बैठाया. मेरा हाथ पकड़कर वह खड़ा हुआ. मुझे नहीं जानता था, मेरे हाथ बैठाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. इस कविता की आस्वादन टिप्पणी नरेश सक्सेना ने तैयार की है. कविता വളരെ സിമ്പിളാണ്. एक निराश व्यक्ति एक सूखे पेड़ के नीचे बैठता है. अनेक व्यक्ति उसको देखते हैं, लेकिन कोई उसके पास नहीं पहुंचता है. तब कवि अपने आप कहता है कि मैं उस व्यक्ति के पास पहुंचा. मैंने उससे नाम नहीं पूछा, मैंने उससे जाति नहीं पूछा, मैंने उससे गांव का नाम नहीं पूछा, मैंने उससे उसके पिताजी का नाम नहीं पूछा. दरअसल वास्तव में मैं उस व्यक्ति को पूर्णतया नहीं जानता था. मैं उससे बिल्कुल अपरिचित था. എനിക്ക് 100% അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യൻ.
പക്ഷെ ഞാനൊന്നും അവരോട് ചോദിച്ചില്ല. കാരണം ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായി, വഹ് നിരാശ് ഹേ, വഹ് ദുഃഖ മേം ഹേ, വഹ് संकट में है. इसलिए कवि कहते हैं ഹതാശ കോ ജാൻതാ ഥാ. അയാളെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലെങ്കിലും എനിക്ക് അയാളുടെ സങ്കടത്തെക്കുറിച്ച് മനസ്സിലായി. ഹീ ഈസ് ഇൻ ട്രബിൾ. അയാൾ പ്രശ്നങ്ങളിലാണ്, കുഴപ്പങ്ങളിലാണ്. അയാൾക്കിപ്പോൾ മദദ് കി ജറൂറത്ത് ഹേ, സഹായ की ज़रूरत है. इसलिए मैं उसके पास पहुंचा और हाथ बढ़ाया. സഹായ ഹസ്തം നീട്ടി. എങ്ങനെ കുഴിക്കകത്തൊക്കെ വീണ് കിടക്കുന്നവരെ പൊക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൈ നീട്ടി കൊടുക്കത്തില്ലേ? അതുപോലെ തളർന്ന് തകർന്നിരിക്കുന്ന ഈ മനുഷ്യന്റെ നേരെ മേനെ ഹാത്ത് ബഠായ. വഹ് വ്യക്തി ഭീ മുझे नहीं जानता था. എന്നെ അയാൾ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഒരു തരത്തിലും എന്നെ അയാൾക്ക് പരിചയമില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? മേരെ ഹാത്ത് ബഠാനെ കോ ജാൻതാ ഥാ. അയാൾക്ക് അത് മാത്രമാണ് മനസ്സിലായത്. ഞാൻ അയാളുടെ നേരെ സഹായഹസ്തം നീട്ടി എന്ന് മനസ്സിലായി. ഹം ദോനോം സാഥ് ചലേ. എൻ്റെ കയ്യിൽ പിടിച്ച് അയാൾ എഴുന്നേറ്റ് ഹം ദോനോം സാഥ് ചലേ. ഇതാണ് കവിത. അപരിചിതനായ ഒരു വ്യക്തിയുടെ ദുഃഖം കണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ അഡ്രസ്സും വിലാസവും ജാതി മത പേര് കാര്യങ്ങളൊന്നും തിരക്കാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരുവന് ഞാൻ അടിയന്തര സഹായത്തിൻ്റെ അടയാളമായി അയാളുടെ അരികിൽ ചെന്നു. ഞാൻ സഹായിച്ചു. കഷ്ടപ്പെടുന്നവനെ, ദുഃഖിക്കുന്നവനെ, പ്രയാസപ്പെടുന്നവനെ, സങ്കടപ്പെടുന്നവനെ മറ്റൊന്നും നോക്കാതെ, മറ്റൊന്നും പരിഗണിക്കാതെ സംരക്ഷിക്കുക, സഹായിക്കുക, രക്ഷിക്കുക, അവനെ ഒപ്പം കൂട്ടി നടക്കുക എന്ന് പറയുന്നത് എത്ര മഹത്തരമായ കർമ്മമാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ഇന്നത്തെ പത്രത്തിലും ഇന്നലത്തെ പത്രത്തിലും ഒക്കെയായി കാണും. ആരുമില്ലാത്തവരെ സഹായിക്കുന്ന എത്രയോ പേർ, ജാതി മതം ഒന്നും നോക്കിയിട്ടല്ല. तो ये 11 पंक्तियों की कविता के बारे में नरेश सक्सेना ने आस्वादन टिप्पणी तैयार की है. ये आस्वादन टिप्पणी यहाँ शुरू होती है और ये आस्वादन टिप्पणी यहाँ तक है. ये चित्र देखिए, वे दोनों एक साथ चलते हैं. തികച്ചും അപരിചിതരായ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇതാണ് കവിതയുടെ ഒരു ആശയം. इस कविता के आधार पर लिखित ആസ്വാദന ടിപ്പണി आपके पास पुस्तक है, आप पढ़ सकते हैं. ആ പുസ്തകം അങ്ങനെ വായിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പ് ഇങ്ങനെ എഴുതി പോയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. लेकिन मैं आपके सामने 7 मुद्दे प्रस्तुत करता हूँ. I am going to present 7 points in front of you. आपके सामने मैं 7 points, 7 मुद्दे, 7 बिंदुएं प्रस्तुत करना चाहता हूँ. एक आस्वादन टिप्पणी तैयार करते समय किन किन बिंदुओं पर हमें ध्यान देना है, वे बिंदुएं मैं आपके सामने प्रस्तुत करता हूँ. ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം മറന്നു പോകാൻ പാടില്ലാത്ത 7 പോയിന്റുകൾ. ആ പോയിന്റുകൾ ഞാൻ നിർത്തി പറയുന്നത് എഴുതിയെടുത്തിട്ട് അങ്ങനെയാണോ നരേഷ് സക്സേന ഈ ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കണം. എല്ലാ വാക്കിനെ അർത്ഥത്തിലൊന്നും കടന്ന് മസിലൊന്നും പിടിക്കണ്ട. നിങ്ങൾ 9ാം ക്ലാസ്സിൽ വരെ പഠിക്കാത്ത വാക്കുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ പരിശിഷ്ട എന്നും പറഞ്ഞ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഡിക്ഷണറി ഉണ്ടല്ലോ പുസ്തകത്തിൽ. അല്ലെങ്കിൽ എവിടെ നോക്കിയാൽ ഒരു പുസ്തകം, ഒരു ലൈബ്രറി, ഒരു ഡിക്ഷണറി നമുക്ക് കിട്ടാത്തത്, അതിനകത്തൊന്നും ടെൻഷൻ വേണ്ട. അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. 10वीं कक्षा पहली इकाई दूसरा पाठ, 11 पंक्तियों की एक छोटी सी कविता, इसके आधार पर एक आस्वादन टिप्पणी. നമ്മളിത് പഠിക്കുന്നത് आस्वादन टिप्पणी कैसे होती है, आस्वादन टिप्पणी तैयार करने में किन किन बिंदुओं पर ध्यान देना है. ഈ പറയുന്ന 7 പോയിന്റുകളിലൂടെയാണോ നരേഷ് സക്സേന ഈ ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ തയ്യാറാക്കുന്ന ആസ്വാദന ടിപ്പണികളിലെല്ലാം ഈ വർഷം 3 അതിസുന്ദരങ്ങളായ കവിതകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 3 അതിസുന്ദര കവിതകളുടെയും ആസ്വാദനക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാനുള്ളതാണ്. അതുമാത്രമല്ല, മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ഭാഷയിലുമുള്ള കവിതകളായിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതി പരിശീലിക്കാവുന്നതാണ്. കാരണം ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോഴാണ് നമുക്ക് ആ കവിതയുമായിട്ട് ഒരു ആത്മാർത്ഥമായ ബന്ധമുണ്ടാകുന്നത്, നമ്മൾ ആ കവിതയോട് കൂടുതൽ അടുക്കുന്നത്. तो देखिए ये 7 मुद्दे, 7 पॉइंट्स. एक आस्वादन टिप्पणी में
ये 7 बिंदुएं अवश्य होना है. देखिए पहले द फर्स्ट पॉइंट ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ भूमिका में कवि का परिचय देना है. भूमिका में कवि का परिचय देना है. ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി തുടങ്ങുന്നിടത്ത് തന്നെ ആ കവിത എഴുതിയ കവിയെക്കുറിച്ച് പരാമർശിക്കണം. ഇവിടെ നരേശ് സക്സേനയുടെ ആസ്വാദന ടിപ്പണി തുടങ്ങുന്നതൊന്ന് നോക്കൂ. വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा, കണ്ടോ, കവി का नाम से टिप्पणी शुरू होती है. ഇങ്ങനെ ഈ പറയുന്ന 6 പോയിന്റ് ബാക്കി 6 പോയിന്റ്സും ഇതിനകത്ത് ടക്ക് 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 എന്ന് വരികയാണ്. അപ്പോൾ ഒന്ന് ഭൂമികാമയും കവി കാ പരിചയ ദേനാ ഹൈ. സെക്കൻഡ് വൺ കവിത കാ ആശയ വ്യക്ത കർണ ഹൈ. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് ആകെ ഒന്ന് ഓടിച്ചു പറയണം. ഒരു അർത്ഥം പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ കവിതയുടെ ആ കേന്ദ്രാശയത്തെക്കുറിച്ചൊന്ന് കാര്യമായിട്ട് എഴുതണം. മൂന്നാമത്തെ പോയിന്റ് कविता की भाषा संबंधी खूबियों पर प्रकाश डालना है. कविता की भाषा संबंधी खूबियों पर प्रकाश डालना है. ആ കവിതയുടെ ഭാഷാ സൗന്ദര്യം, ആ കവിതയുടെ ഭാഷാ സൗന്ദര്യത്തെക്കുറിച്ച് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ടാവണം. എന്താണ് ഭാഷാ സൗന്ദര്യം എന്ന് പറഞ്ഞത്? ഈ കവിതയെ നോക്കി എന്ത് സിമ്പിളാണെന്ന്. इसलिए मैं उस व्यक्ति के पास आ गया, मैंने हाथ बैठाया, मेरा हाथ पकड़कर वह खड़ा हुआ. कितनी सरल भाषा है, सिंपल लैंग्वेज, आसानी से हम समझ सकते हैं. We can understand it easily. അപ്പം അങ്ങനെയുള്ള ഭാഷയുടെ ആ ഒരു പ്രത്യേകതകളൊക്കെ നമ്മൾ ഈ ആസ്വാദന ടിപ്പണിയിൽ ചേർക്കണം. ഫോർത്ത് വൺ വിശേഷ പ്രയോഗവും पर ध्यान देना है. विशेष प्रयोगों पर हमें ध्यान देना है. അതിൻ്റെ വിശേഷ പ്രയോഗം आप देखिए, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, എല്ലാ കവിതയിലും ഇങ്ങനല്ല. ഒരു എക്സാമ്പിൾ, ഈ കവിതയിൽ സിർഫ് 11 पंक्तियों की कविता है. ഈ 11 വരികളിൽ 6 തവണ ജാനന എന്ന ശബ്ദം വന്നിട്ടുണ്ട്. 6 times. അത് ഈ കവിതയിലെ ഒരു പ്രയോഗത്തിൻ്റെ ഒരു ടെക്നിക്കാണ്. ആ പ്രയോഗത്തിന് എന്തോ സ്പെഷ്യൽ മീനിങ് ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടണം. അതിനെക്കുറിച്ച് നമ്മൾ ആസ്വാദന ടിപ്പണിയിൽ പരാമർശിക്കണം. എൻ്റെ സാറേ, ഇതിപ്പോൾ ഈ നരേശ് സക്സേന എഴുതിയ പോലൊക്കെ ഞങ്ങൾ എങ്ങനെ 2 പേജിലൊക്കെ ഞങ്ങൾ ആസ്വാദന ടിപ്പണി നിർമ്മിച്ചുകൊണ്ടിരുന്ന പരീക്ഷ ഇന്ന് തുടങ്ങി നാളെ മറ്റന്നാളെ തീരത്തുള്ളല്ലോ. ഒന്നുമില്ല, അങ്ങനൊന്നും ചിന്തിക്കാതെ കുന്നോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയെങ്കിൽ കുഞ്ഞിക്കുരുവോളമെങ്കിലും കയ്യിലിരിക്കും. കേട്ടല്ലോ, ഇങ്ങനെ വിശാലമായ ക്യാൻവാസ് കാണുമ്പോഴാണ് നമുക്കൊരു പാസ്പോർട്ട് സൈസ് പടമെങ്കിലും വരയ്ക്കാൻ പറ്റുന്നത്. മനസ്സിലാക്കുക എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രസംഗാനുകൂൽ പങ്ക്തിയോं का उल्लेख करना है. പ്രസംഗാനുകൂൽ പങ്ക്തിയോं का उल्लेख करना है എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു അർത്ഥം വിശദീകരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കവി ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ ആ 2 വരികൾ അവിടെ നിന്ന് കൊടുക്കാമല്ലോ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. മാമ്പഴം കൈലോപ്പള്ളിയുടെ കവിത. അപ്പോൾ നമ്മൾ പറയുകയാണ്, ദീർഘദർശികളായ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിഷ്കളങ്കരാണെങ്കിലും ദീർഘദർശിത്വം ചെയ്യാൻ കഴിയുന്ന, ജീവിത പരിചയമില്ലെങ്കിലും വരുംകാലത്തെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രതിഭകളാണ് കുഞ്ഞുങ്ങളെന്ന് കവി കവിതയിൽ പറയുന്നു. ഈ വരികൾ ആ ആശയത്തെ സ്പഷ്ടമാക്കുന്നു. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ. ഇങ്ങനെ പ്രസംഗാനുകൂൽ പങ്ക്തിയോं का उल्लेख करना है. ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ ആശയം വന്ന് വരികൾ അവിടെ ഒന്ന് കാണിച്ചാൽ ആസ്വാദന ടിപ്പണിയുടെ സ്റ്റൈലും ഗമയും വാല്യൂം ഒക്കെ ഒന്ന് കൂടും. പിന്നെ 6ാമത്തെ പോയിന്റ് ശീർഷക पर बल देना है. ഈ കവിതയ്ക്ക് ഈ തലക്കെട്ട് എത്രമാത്രം ചേരും. ഇപ്പം ഹതാശാസേക്ക് വ്യക്തി ബൈറ്റ് ഗയാഥ, നിരാശ നിറഞ്ഞ മുഖവുമായി ഒരുത്തരിയ്ക്കുന്നു എന്നുള്ള കവിതയ്ക്ക് ഓണം ദേശീയ ത്യോഹാർ എന്ന് ഹെഡിങ് ഇട്ടാൽ മതിയോ? അപ്പോൾ എത്ര ഭംഗിയായിട്ട് ആ ഹെഡിങ് അതിൽ ചേരുന്ന നോക്കി. അപ്പം നമ്മൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തന്ന കവിതയ്ക്ക് അങ്ങനെ ഒരു ശീർഷകമുണ്ടെങ്കിൽ ആ ശീർഷകം ഈ കവിതയ്ക്ക് എത്രത്തോളം ചേരുമെന്നും നമ്മൾ ആസ്വാദന ടിപ്പണിയിൽ പോസിറ്റീവായോ നെഗറ്റീവായോ പറയണം. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പറയണം.
ഇത്രയും നേരം പറഞ്ഞത് കവി എഴുതിയ കവിതയെ ആധാരമാക്കി എന്തൊക്കെ പറഞ്ഞു? കവിയെ പരിചയപ്പെടുത്തി, കവിതയുടെ ആശയം വ്യക്തമാക്കി, കവിതയുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞു, കവിതയിലെ വിശേഷ പ്രയോഗത്തിൻ്റെ ടെക്നിക്കുകളെക്കുറിച്ച് പറഞ്ഞു, ചില വരികൾ നമ്മൾ എടുത്തെഴുതി വിശദീകരിച്ചു, കവിതയുടെ ഹെഡിങ്ങിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും എനിക്ക് എൻ്റേതായ ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർക്കാനുണ്ടെന്ന് പറയുന്ന ഭാഗത്തെയാണ് അപ്പനാ ദൃഷ്ടികോൺ വ്യക്തി കർണാ ഹൈ. അപ്പനാ ദൃഷ്ടികോൺ വ്യക്തി കർണാ ഹൈ. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ വ്യക്തമാക്കണം. മക്കളെ, ഇങ്ങനെ 7 പോയിന്റുകളെ ആധാരമാക്കി എഴുതപ്പെട്ടിരിക്കുന്ന ശ്രീ നരേഷ് സക്സേനയുടെ ആസ്വാദന ടിപ്പണിയാണ് ഈ കിടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 7 പോയിന്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഭാഗത്തും ആ 7 പോയിന്റുകൾ കാണാൻ കഴിയും. ഏതൊക്കെയാണ്? ജബ് ഹം ഏക് ആസ്വാദന ടിപ്പണി തയ്യാർ കർത്തേ ഹൈ വഹാം കം സേ കം 7 ബിന്ദുവോं पर ध्यान देना है. കം സേ കം, ഏറ്റവും കുറഞ്ഞത് എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം നന്നാക്കിക്കോളൂ. പക്ഷെ കം സേ കം 7 ബിന്ദുവോं पर ध्यान देना है. पहला कवि का परिचय देना है. दूसरा कविता का आशय व्यक्त करना है. तीसरा भाषा संबंधी खूबियों पर प्रकाश डालना है. चौथा विशेष प्रयोगों पर ध्यान देना है. और पांचवा प्रसंगानुकूल पंक्तियों का उल्लेख करना है. संदर्भानुसരണം വരികൾ കൂടി ആസ്വാദന ടിപ്പണിയിൽ ചേർക്കണം. और छठे शीर्षक पर बेल दिया गया है या नहीं. शीर्षक पर बेल देना है. അതിന്റെ തലക്കെട്ടിനെ കുറിച്ച് നമ്മൾ കൃത്യമായി വിവരിച്ചിരിക്കണം. और अंतिम मुद्दे या 7वां मुद्दे इस प्रकार है अपना दृष्टिकोण व्यक्त करना है. നമ്മുടെ കാഴ്ചപ്പാടും ആസ്വാദന ടിപ്പണിയിൽ വരണം. അങ്ങനെ വിനോദ് കുമാർ ശുക്ലിൻ്റെ ഈ 11 വരി കവിതയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും കവിയെ പരിചയപ്പെടുത്തി, കവിതയുടെ ആശയം വ്യക്തമാക്കി, കവിതയുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞ്, വിശേഷ പ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ചില വരികൾ അതിനിടയ്ക്ക് എഴുതി ചേർക്കാനുള്ള സാഹചര്യം ഒരുക്കി, അതിൻ്റെ ശീർഷകത്തിനെക്കുറിച്ച് പറഞ്ഞ് തൻ്റെ കാഴ്ചപ്പാടും കൂടി വ്യക്തമാക്കുന്ന ഒന്നാന്തരം ഒരു ആസ്വാദന ടിപ്പണിയാണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് കവി എന്ത് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഈ അഞ്ചാമത് പറഞ്ഞ പ്രസംഗാനുകൂൽ പങ്ക്തിയോങ്ക ഉല്ലേഖം എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹം ആ വരികൾ ഒരു ഡയലോഗ് രൂപത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആയാലും മതി, നമ്മളതിൻ്റെ അർത്ഥം അവിടെ വിശദീകരിച്ചാൽ മതി. അപ്പോൾ നരേഷ് സക്സേന എഴുതിയതുപോലെ ഒരു ആസ്വാദന ടിപ്പണി അങ്ങോട്ട് തകർത്ത് വാരി 10ാം ക്ലാസ്സിൽ കാച്ചിയേക്കാമെന്നൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നത്. ഇതാണ് ഒരു ആസ്വാദന ടിപ്പണിയുടെ ടെക്നിക്സ്. അത് കാണാൻ വേണ്ടി മാത്രമാണ് മക്കളെ ഈ വലിയ പാഠം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശം? ഒരു ചെറിയ കവിത, एक आस्वादन टिप्पणी का विशद अध्ययन करना, आस्वादन टिप्पणी की तैयारी के बारे में खूब जानकारी प्राप्त करना. ടിപ്പണി, ഈ നരേഷ് സക്സേനയുടെ ആസ്വാദന ടിപ്പണി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയുമായിട്ട് അത് 100% ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ടിപ്പണി അസലി കവിതാസെ കഹാ തക് ജുടി ഹുയി ഹൈ. टिप्पणी एवं कविता पर विचार करके एक टिप्पणी की आकलन सूची വാല്യൂ പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ രണ്ടാം പാഠത്തിലെ 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ സന്ദേശം, ഇസ് കവിത കാ സന്ദേശ്, ജാനന ശബ്ദ 6 തവണ ഈ 11 വരിയിൽ വന്നിട്ടുണ്ട്. ജാനന ശബ്ദം എന്ന് പറഞ്ഞാൽ ടു നോ എന്നാണ്. പക്ഷെ ടു നോ എന്ന് മാത്രം നമ്മൾ അർത്ഥമെടുത്താൽ പോരാ, ടു റിയലൈസ്. യഥാർത്ഥക്കോ ജാനന ഹൈ. ജാതിയും മതവും പണവും പദവിയും ഒക്കെ അപ്പുറത്തേക്ക് എവിടെയാണോ നമ്മുടെ സഹായം ആവശ്യമുള്ളത്, എന്തിനെയാണോ നമ്മൾ കറക്റ്റായിട്ട് അറിയേണ്ടത്, അതിനെ നമ്മൾ റിയലൈസ് ചെയ്യുക. ചുമ്മാ പേരുന്നാളും അഡ്രസ്സ് മാറുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് സങ്കടങ്ങളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ നമ്മൾ റിയലൈസ് ചെയ്യുക. അതാണ് ഈ കവിതാമേം ജാനന ശബ്ദ കई बार आ चुके हैं. ഒരുപാട് തവണ ജാനന എന്ന് പറയുന്ന പദം ഈ കവിതയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ആസ്വാദന ടിപ്പണിയുടെ മാതൃക പഠിക്കാൻ വേണ്ടിയാണ് നമുക്ക് രണ്ടാമത്തെ പാഠം തന്നിരിക്കുന്നത്. അതിൻ്റെ 7 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. വീഡിയോ ആവർത്തിച്ച് കേട്ട് ആ 7 പോയിന്റുകൾ എഴുതി വെച്ച് അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ തന്നെ നമ്മൾ അടുത്ത കവിതയിലേക്ക് കയറും, പ്രധാനപ്പെട്ട കവിത കയറും. അവിടെ മുതൽ ആസ്വാദന ടിപ്പണിയുടെ തയ്യാറെടുപ്പിലേക്ക് നമുക്ക് സഞ്ചരിക്കണം.
ഈ ഹതാശാസേക്ക് വ്യക്തി ബൈഡ്യാഥ എന്ന കവിതയുടെ ആശയം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാനത് മലയാളത്തിൽ കൂടി ഒന്ന് ചൊല്ലുകയാണ്. വല്ലാതുള്ളൊരു മുഖവും കയ്യിൽ താങ്ങിയിരിപ്പൂ വഴിയിൽ ഒരുത്തൻ കണ്ടാൽ അറിയാം ദുഃഖക്കടലിൽ മുങ്ങിത്താഴുകയാണിതു വിധിയെന്നയ്യോ ചൊല്ലും ചുണ്ടും മുഖവും കണ്ടില്ലെന്നു നടിക്കാമോ. ആരാണെന്നറിയില്ല അവനുടെ ഊരും പേരും ചോദിക്കാതുടൻ ചാരത്തെത്തുകയായി ഞാനോ നീട്ടിയ കയ്യിൽ പാപം കോർത്തു പിടിച്ചെഴുന്നേറ്റു ഒപ്പം കാലടി വെച്ചു നടന്നു തമ്മിൽ ആദ്യം കാണുകയാണ് അറിയില്ല ആരാണെന്നോ എങ്കിലും അറിയാം ദേഹത്തൊട്ടി നടക്കാൻ അതിലും മോഹനമാമൊരു അറിവുണ്ടോ ഈ വാഴ്വിൽ അതറിയുക മനുജാ. വയ്യാത്തവരെ തളർന്നു നിൽക്കുന്നവനെ ഒപ്പം കൂട്ടി നടക്കുന്നതിനോടൊപ്പം മഹത്തരമായ ഒരു വലിയ കാര്യം ഈ ജീവിതത്തിലുണ്ടോ അതറിയുക മനുജാ. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വാദന ടിപ്പണി തയ്യാർ करते समय किन किन बिंदुओं पर ध्यान देना है എന്നതിനെ ആവർത്തിച്ച് കേട്ട് കുറിച്ചെടുത്ത് മനസ്സിലാക്കി വെക്കൂ. ധന്യവാദം.